നമുക്കിന്ന് കുറ്റ്യാടിയിലുള്ള അഗ്രി പാർക്കിലേക്കൊന്ന് പോയാലോ? ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് പെർ ഹെഡ് 200 ആണ്. പ്ലസ് നമുക്ക് ഫുഡ് കൂടെ അവിടെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 500 ആണ് റേറ്റ് വരുന്നത്. ഈ 500 റേറ്റിൽ നമുക്ക് അവിടെയുള്ള എല്ലാ പ്രോപ്പർട്ടീസും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ 2 പൂളാണ്. ഒരു പൂളിലെ സെറ്റിങ്സ് ആണ് കേട്ടോ ഇത്. അതിന് മുകളിലിരിക്കുന്ന ആ പോട്ടിൽ വെള്ളം നിറയുമ്പോൾ അതിങ്ങനെ ചെതറി വീഴുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നേ. അതിന് തൊട്ട് ചേർന്നിട്ട് തന്നെ വേറൊരു പൂൾ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് ഞങ്ങളുടെ ഓഫീസിൻ്റെ 26th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടാട്ടോ അവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ രാവിലെ ഒരു ടീയും സ്നാക്സും തരും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ ആവശ്യപ്പെടുന്നത് സാധാ മീൽസ് ആണെങ്കിൽ അങ്ങനെ, അല്ല ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി, അങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഈവനിങ്ങിൽ ഒരു ടീം സ്നാക്സ് കൂടെ ഉണ്ടാവും. ഇത്രയാണ് അവിടുത്തെ ഫുഡ്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു വാള് കണ്ടില്ലേ, ഒരു ഡോർ വെച്ചിട്ടുള്ള അതൊരു റൂമാണ്. അതിൻ്റെ ഉള്ളിൽ വാട്ടർ ഡാൻസ് ആണുള്ളത്. പിന്നെ ഈ പൂളിൻ്റെ സൈഡിലൊക്കെ കണ്ടോ ഉരുളൻ കല്ലുകൾ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടോ പല നിറത്തിൽ നല്ല ഭംഗിയിൽ കുറേ തവളക്കുട്ടന്മാരിങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. ഇവരിയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണാവോ? എന്തായാലും ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ട്രീ ഹൗസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ട്രീ ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നേ. താഴെ കൂടെ നീളത്തിൽ ഒഴുകുന്ന പുഴയും, ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു, ഫോട്ടോഷൂട്ട് നടത്തി, കുറേ വീഡിയോസ് എടുത്തു. അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഇവിടെ ആ എൻഡിൽ പോയി നിന്നിട്ട് പുഴ നോക്കി നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പുഴ കാണാൻ. ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. ചാറ്റൽ മഴയും കൊണ്ട് പുഴ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ സ്പായിലേക്കൊന്ന് പോവാം. അപ്പോൾ ഇതാ ഫുഡിനുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്ക് പോയി ഫുഡ് കഴിക്കാം കേട്ടോ. ഞങ്ങൾ ബിരിയാണി ആയിരുന്നു ഓർഡർ കൊടുത്തത്. ബിരിയാണി ഒരു ആവറേജ് ഹോം മെയ്ഡ് ബിരിയാണിയാണ്. ഫുഡിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കുട്ടികളുടെ ഏരിയയിലേക്കാണ്. ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ബോട്ടിംഗ് ആണ്. ബോട്ട് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോവാം. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഏകദേശം ഞങ്ങളുടെ സമയമൊക്കെ കഴിയാറായി. പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും അവർ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ചായക്ക് ഞങ്ങൾക്ക് വടയാണ് തന്നത്. ഇവിടുത്തെ ചായ നല്ല സൂപ്പർ ചായ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പാക്കപ്പ് ആവാനുള്ള ടൈമായി. അപ്പോൾ എല്ലാവരും പാക്കിങ്ങൊക്കെ എടുത്ത് നേരെ
യാത്ര പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. പിന്നെ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ഇടുന്നുണ്ട് കേട്ടോ.